ഇന്നത്തെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡിന്നർ വീഡിയോ ആയിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച മഷ്റൂമും കുറച്ച് ക്യാപ്സിക്കും ഇരിപ്പുണ്ടായിരുന്നു. അത് രണ്ടും എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇരുന്ന് ഞാൻ ചീത്തയായി പോകും. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഉടായ്പ കറിയെക്കുറിച്ച് ഞാൻ ഓർത്തത്. സത്യം പറഞ്ഞാൽ രാവിലെ ഫുള്ള് കിടന്ന് തുടങ്ങി വൈകുന്നേരം നൈറ്റ് ഷിഫ്റ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് സമയത്ത് കുക്ക് ചെയ്ത് കൊണ്ടായിരുന്നു ഒട്ടും സമയം കിട്ടില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം, എന്നാൽ ടേസ്റ്റ് അങ്ങനെ യൂട്യൂബിൽ കാണുന്ന പല വീഡിയോയും കോപ്പി അടിച്ച് അങ്ങനെ എൻ്റേതായ രീതിക്ക് ഉണ്ടാക്കിയെടുത്തൊരു കറിയാണ്. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം കുറച്ച് ക്യാഷ് വെള്ളത്തിലിട്ട് നല്ല രീതിയിലൊന്ന് കുതിരാൻ വെക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ടൊമാറ്റോ ഇട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുത്ത് മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ മെയിൻ താരം മഷ്റൂമാണ് കേട്ടോ. മഷ്റൂമിലേക്ക് കുറച്ച് തൈരും അതിനൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മസാലപ്പൊടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി. അതിനുശേഷം എന്താ ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളുടെ ക്യാപ്സിക്കം അതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ക്യാപ്സിക്കം കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് അതിനുശേഷം മഷ്റൂം കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞു പോയതുപോലെ തന്നെ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കറി തന്നെയാണ് കേട്ടോ ഇത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതെൻ്റെ ഒരു ഉടായ്പ കറി തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന പച്ചക്കറികൾ ചീത്തയായി പോകാതിരിക്കാനും പിന്നെ എനിക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഞാൻ ഓരോ വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. എന്താണെങ്കിലും സംഭവം കിടിലിനായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാറില്ല. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും പല സ്ഥലത്തു നിന്നുള്ളവരായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പല ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല ഫുഡുകളുടെ റെസിപ്പിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓഫീസിൽ നൈറ്റ് ഷിഫ്റ്റിനൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരെല്ലാം തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ്. അപ്പം അവർക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ട്രൈ ചെയ്ത് അവർക്ക് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർ ഉണ്ടാക്കി തരുന്ന ഫുഡെല്ലാം ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടവും തോന്നാറുണ്ട്. അതുപോലെ നമുക്ക് പല സ്ഥലത്തുള്ള പല ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും അതിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാനും സാധിക്കും. എന്താണെങ്കിലും നൈറ്റ് ഷിഫ്റ്റിൽ എൻ്റെ ഫ്രണ്ട്സിന് സ്ഥിരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഓരോ ദിവസം ഓരോരോ പരീക്ഷണങ്ങളായിട്ട് ഞാൻ ഇതുപോലെ കിടിലൻ കറികളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അവരെന്നെ ഒരിക്കലും അനുവദിക്കാത്തൊരു കാര്യമാണ് കേട്ടോ ചപ്പാത്തി വേറെ ആരെങ്കിലും ആയിരിക്കും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ട് പോകും. അതിൻ്റെ റീസൺ വേറെ ഒന്നും വരാതെ ഇത് തന്നെയാണ് കേട്ടോ റീസൺ. കറിയൊക്കെ സെറ്റാണ്, പക്ഷേ ചപ്പാത്തിയിൽ ഞാനൊരു അട്ടർ ഫ്ലോപ്പാണ് ഗൈസ്. സത്യം പറഞ്ഞത് ഈ ഷേപ്പ് കണ്ടാൽ അറിയില്ലേ, എൻ്റെ ക്രിയേറ്റിവിറ്റി മുഴുവൻ ഞാൻ തെളിയിക്കുന്നത് ഈ ഒരു ചപ്പാത്തിയിലാണ് കേട്ടോ. ഓരോ ചപ്പാത്തിയും ഞാൻ ഓരോ ഷേപ്പിലായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. പൂക്കൾ പനിനീർ പൂക്കൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് ഗൈസ് എൻ്റെ പൂ പോലത്തെ ചപ്പാത്തി. എൻ്റെ ചപ്പാത്തി കാണുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറയാറുണ്ട് സാരമില്ല ഇതൊക്കെ അങ്ങ് ഉണ്ടാക്കി പഠിക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചപ്പാത്തിയായിരുന്നു ഇതിലും ബെറ്റർ. പിന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് സാരമില്ല നമുക്ക് നെക്സ്റ്റ് ടൈം റെഡിയാക്കാമെന്നാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കുറേ നെക്സ്റ്റ് ടൈം ആയി കേട്ടോ. പിന്നെ കറിയൊക്കെ കിടിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് തന്നെ ചപ്പാത്തിയുടെ ഷേപ്പൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം.